അങ്ങനെ 10 ദിവസത്തെ അവധിയും കഴിഞ്ഞ് ദേവുട്ടൻ സ്കൂളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ ദേവുട്ടനെ സ്കൂളിലാക്കിയിട്ട് ചേട്ടൻ ജോലിക്കും പോകും. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കായി ഗൈസ്. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്താ സാധാരണ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കഴുകാനുള്ള പാത്രങ്ങൾ കഴുകി വയ്ക്കാറുണ്ട് കേട്ടോ, ചെയ്യാറ് പതിവ്. പക്ഷേ എന്നാലും കുറച്ച് പാത്രങ്ങൾ ബാലൻസ് വരുമല്ലോ, അപ്പോൾ അതൊക്കെ ഞാൻ സിങ്കി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം അതൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ ദേവടിനും ചേട്ടനും പോയി കഴിഞ്ഞതിന് ശേഷം കഴുകാമല്ലോ എന്ന് വിചാരിച്ച് സിങ്കിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി വെച്ചതിന് ശേഷം ഗ്യാസ് സ്റ്റൗവും ടൈലൊക്കെ ഒന്ന് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ വീണതല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി വെക്കുന്നുണ്ട്. പിന്നെ സെറ്റിയുടെ കവറൊക്കെ ഒന്ന് കടഞ്ഞ് സെറ്റിയൊക്കെ വിരിച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം തൂത്തുവാരി തുടക്കുന്നുണ്ട് കേട്ടോ. സാധാരണ വൈകുന്നേരങ്ങളിലാണ് ഞാൻ ഈ തുടക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ രാവിലെ തുടക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇന്നലെ വൈകുന്നേരം ഞാൻ തുടച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ വൈകുന്നേരങ്ങളിൽ തുടയ്ക്കാത്ത സമയങ്ങളിൽ ഞാൻ രാവിലെ തുടയ്ക്കും കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ തുടച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ രാവിലെ തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചായയൊക്കെ ഇട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് പുട്ടും പയറും രാവിലത്തെ സോയാബീൻ ഫ്രൈ ഒക്കെ ചേർന്ന് ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. ചായയൊക്കെ ഇട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.